ഹായ് ഗായ്സ്, അപ്പോൾ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഈ കോഴിക്കോട് ഭയങ്കര കല്ലും മണ്ണും ഉന്തൊക്കെ ആയിട്ടിരുന്നേ. അപ്പോൾ നടക്കണ സമയത്ത് തട്ടി തെറിച്ചൊക്കെ വീഴാറുണ്ടായിരുന്നു. അപ്പോൾ ഈ സ്ഥലത്ത് ഇങ്ങനെ വെള്ളമൊക്കെ ആക്കി ഇച്ചിരി കുഴിയൊക്കെ നമ്മൾ നിരപ്പാക്കി എടുത്തു. അത്യാവശ്യം നിരപ്പാക്കി എടുത്തു, പറ്റുന്ന പണിയൊക്കെ എടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇവിടെ ഒരു കുഞ്ഞ് മൗണ്ടൻ പോലെ ആക്കി അതിൽ ഇച്ചിരി സ്പൈഡർ പ്ലാന്റ് ഒക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ പിടിച്ചു വരുമ്പോൾ നല്ല രസമുണ്ടായി ഇങ്ങനെ തിങ്ങി നിൽക്കണ കാണുമ്പോൾ. പിന്നെ ഇവിടെ ഇച്ചിരി ഇതിൻ്റെ ചീരിൻ്റെ പേരെന്താമ്മ? മെക്സിക്കൻ ചീര. ഇവിടെ പിന്നെ ഇച്ചിരി കുളത്തിന്റെ അടുത്തായിട്ട് ഒരു പച്ചപ്പിന് മെക്സിക്കൻ ചീര വെച്ചിട്ടുണ്ട്. പിന്നെ ഇവിടെ ഒരു ചീരയുണ്ട്, പിന്നെ ആ കൂടിന്റെ അടുത്തായിട്ട് ഒരു ചീര വെച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെ ആക്കി വെച്ചിട്ടുണ്ട്. ഇവിടെ ഇരിക്കാനൊരു സ്ഥലം ഇങ്ങനെ വെച്ചു കൊടുക്കാൻ പോവുക. പിന്നെ ഈ പോണ്ടില് ഒരു 3 മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു, കാണിച്ചു തരാം നിങ്ങൾക്ക്. അപ്പൊ ഇട്ടിട്ടുണ്ട്. അപ്പൊ താറാവ് കണ്ടുമില്ല തിന്നുമില്ല. അപ്പൊ താറാവിന് അതിനെ കുറിച്ച് ഒരു ബോധം ഇല്ലാത്തതുകൊണ്ട് പ്രശ്നമില്ല. അപ്പൊ ഇതിലേക്ക് ഇച്ചിരി ഗ്രീനറീസ് ഒക്കെ ഇട്ട് കൊടുക്കും. അപ്പോൾ ഇത് സെറ്റാവും. പിന്നെ ഇവിടെ മണ്ണ് വെച്ച് കുഴച്ച് വെക്കണം എന്നൊക്കെ ഉണ്ട്. അതിപ്പോൾ പിന്നെ വേറെ ദിവസം ആക്കാൻ വിചാരിച്ചു. പിന്നെ ഇവിടെ ഒരു സീറ്റിംഗ് ആക്കണം. അപ്പം അതിനുള്ള വേണ്ടി പണിയാൻ തുടങ്ങാൻ പോണേ. പൊട്ടിക്കുമല്ല ഞാൻ. അപ്പം അത്രയും പണി തീർത്തിട്ടുണ്ട്. പിന്നെ അവിടെ ചെതല് വരാൻ വേണ്ടി ഒരു സെക്ഷനാക്കി എടുത്തിട്ടുണ്ട്. അത് 2 മിനിറ്റും കൊണ്ട് നിരത്തി തന്നിട്ടുണ്ട്. എനിക്കെന്താ എന്റെ ചെടി. ഹായ് ഗായ്സ്, 2 ദിവസം കഴിഞ്ഞിട്ടുള്ള ഒരു ഇതാണ് നമ്മളിപ്പോൾ കാണുന്നത്. നമ്മൾ മണിക്കൂട്ടൻ അവിടെ ഇരുന്ന് അമ്മ ഇച്ചിരി ചീര പോലത്തെ എന്തൊരു സാധനം കെട്ടി കൊടുത്തിട്ടുണ്ട്. അതൊക്കെ തിന്നുന്നുണ്ട് അവിടെ നിന്നിട്ട്. എൻ്റെ ചെടിയൊക്കെ ഈ കറുത്ത കോഴിക്കുഞ്ഞുങ്ങളെല്ലാവരും കൂടി ഇങ്ങ് തിന്ന് നിർത്തും. എന്താ മറ്റേ മെക്സിക്കൻ ചീര തിന്ന്, എന്നിട്ട് അവിടുത്തെ സ്പൈഡർ പ്ലാന്റ് തിന്ന് ആ കുന്നൊക്കെ പൊട്ടിച്ചിട്ട് വളരെ വിഷമമായി എനിക്ക്. ഞാനിങ്ങനെ ചെയ്യുന്നൊട്ടും വിചാരിച്ചില്ല. വരുന്ന തളർപ്പെല്ലാം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം ഞാൻ വിചാരിച്ച വന്നോളൂ എന്ന് വിചാരിച്ചു. പക്ഷേ ഇപ്പം നോക്കണ സമയത്ത് താണ്ടെ ഒന്നും ഇല്ലാതെയാക്കി കളഞ്ഞു. എന്താ എൻ്റെ കുന്നിലൊന്നും ഒരു ഇലയില്ല. അതാണ്ട് അവിടുത്തെ ഇലയില്ല, പോണ്ടിൻ്റെ അടുത്തും ഇല്ല, പോണ്ടിൻ്റെ ഇപ്പുറത്തുള്ള ചെടിയിലും ഒരു ഇലയില്ല. എല്ലാം നിന്ന് വളർത്തു. ഭയങ്കര ആൾക്കാരായിപ്പോയി. ഞാൻ വിചാരിച്ചില്ല ഇങ്ങനെ ചെയ്യുമെന്ന്. അപ്പം പിന്നെ മണിക്കൂട്ടറിന് പുല്ലൊക്കെ തിന്നിട്ട് അതിൻ്റെ അതിൽ കൂടെ പോയിട്ടുണ്ട്. അവിടെ കുളമൊക്കെ നല്ല സെറ്റായിരിക്കുന്നുണ്ട്. മണിക്കൂട്ടറിന് എപ്പോഴും ഇപ്പോൾ ആ കുളത്തിൻ്റെ അടുത്ത് തന്നെയാണ് ഗൈസ്. ബൈ.